Travel, taste, create, glow with Kerala Kandari vlog. Discover delicious recipes and flavors. Explore the finest in travel experiences. Unleash your creativity through art. Enhance your beauty with simple tips. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അഹല്യ വില്ലേജിലെ സ്കൾപ്ചർ പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എൻ്റർ ആവാനായിട്ട് എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അത് എടുത്തിട്ടുണ്ട്. മഞ്ഞ് ഒന്ന് തണുപ്പ് മഞ്ഞ് 2 കിലോമീറ്റർ ഉണ്ട് നടന്നു. 2 കിലോമീറ്റർ ഉള്ളിലേക്ക് നടക്കണം. ഇതൊക്കെ 2 കിലോമീറ്റർ. ഈ പാർക്കിലുള്ളത് ഇന്ത്യയിലെയും വിദേശത്തെയുമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കലാകാരന്മാരുടെ ശില്പങ്ങളാണ്. പിന്നെ ഇവിടെ ഇൻ്റർനാഷണൽ സ്കൾപ്ചറൽ ക്യാമ്പൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും സ്ത്രീത്വത്തെ ആസ്പദമാക്കിയിട്ടുള്ള ശില്പങ്ങളാണ് ഉള്ളത്. ഇതൊക്കെ പല പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാച്യൂസ് ആണെന്ന് തോന്നുന്നു. ഒഡീഷ, ഒരുപാട് സ്റ്റോൺ വർക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും നമുക്കിതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൽ ആർട്ടിസ്റ്റിൻ്റെ സ്ഥലവും എഴുതിയിട്ടുണ്ട്. പക്ഷെ മോഡൽ എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മേ, 2 കിലോമീറ്റർ മുഴുവൻ ഇങ്ങനെ സ്റ്റാച്യൂസാ. 2 ഏക്കറാ 2 കിലോമീറ്ററാ? ഇത് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഫുൾ സ്റ്റാച്യൂസ് ആണ്. ലൈറ്റിങ് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 6:30 ആവും അല്ലേ ലൈറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ? 6:30 ആകും. 7 ആകുമ്പോഴേക്കും ഒരു അടയ്ക്കും ചെയ്യും. 6:30 ആകുമ്പോൾ ലൈറ്റിങ്ങിൽ കാണാൻ രസമാണ്. 7:30 ആകുമ്പോഴേക്കും മഞ്ഞൊക്കെ സ്റ്റാർട്ട് ആവും. അല്ല, 6:30ക്ക് തന്നെ മഞ്ഞും ഇതൊക്കെ ഉണ്ടാവും. മീനൊന്നും അറിയില്ല. നമുക്കിങ്ങനെ സ്റ്റാച്ചു ഒക്കെ ഒന്ന് കാണാം. അത് അറിയുന്ന ആൾക്കാരാരെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനില്ലേ? ഞാനൊരു വീഡിയോയിൽ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ, പക്ഷെ ഇപ്പോൾ ഇവിടെ അയാൾ കണ്ടില്ല. അവിടെ ചോദിക്കായിരുന്നു ആരെങ്കിലും എക്സ്പ്ലെയിൻ. നമ്മൾ ആർട്ട് ഗാലറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അയാളുടെ കൂടെ വേറൊരാളുണ്ട്, അയാളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൻ്റെ മീനിങ് തന്നെ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ, പക്ഷെ നമുക്ക് കാണാം, അത്രേ ഉള്ളൂ. ഇതല്ലേ കുറേ നേരം നടക്കണ്ടല്ലോ, ഇരിക്കാലോ അല്ലേ? അല്ല, വർക്ക് ചെയ്യാനായിക്കോട്ടെ, എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിക്കോട്ടെ. ഇത് നോക്ക്, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഒരു തവളേനെ പോലെ ഉണ്ട്. ഒറിജിൻ ഓഫ് കാവേരി അത്ര ഇത്. നേരത്തെ അവിടെ ഒഡീഷയുടെയും മഹാരാഷ്ട്രയുടെയും ഒക്കെ ഉണ്ടായിരുന്നു. ചന്ദ്രശേഖർ കോട്ടേശ്വർ പറഞ്ഞ ആളാ ഉണ്ടാക്കിയത്. എന്താ ഇതെല്ലാം ഗ്രാനൈറ്റിലാണോ? കരിങ്കല്ല്. ഗ്രാനൈറ്റ് ആണ്. എത്ര സ്ഥലത്തെ അങ്ങ് ദൂരെ ഇതൊക്കെ പിന്നെയും നിറയെ സ്റ്റാച്യൂസ് തന്നെയാണ്. എത്ര ദൂരാ ഇത് നോക്ക്. എന്താ നോക്കട്ടെ. റോയൽ എംബ്ലം ഓഫ് തമിഴ്നാടാണ്. ചേര ചോളപ്പാട്.
ആ ശിവകുമാർ തമിഴ്നാട്. ഇത് എംബ്ലമാണ്. എംബ്ലാണ് ചോള. കുറച്ച് പുറകിലേക്ക് വാ, എന്നിട്ട് എടുത്ത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് ലോങ് ഡിസ്റ്റൻസിൽ കിട്ടിയ അത് കണ്ട അമ്പും വില്ലും, രണ്ട് മീന്, പുലി. കണ്ണകി. ഓ, മന്ദീപ് സിംഗ് പഞ്ചാബി എന്തോ. ശരിക്കും പാറയുടെ മുകളിൽ കുറേ സ്റ്റാച്യൂസ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഓർക്കിൾ, സാനുവൽ, ഗരുഡ, കോവളൻ, നാരദൻ. ഓർക്കിൾ എനിക്ക് കാണണം. കണ്ണകിയുടെയും കോവിലിൻ്റെയും മധുരയിലേക്കുള്ള യാത്രക്കിടയിലെ ചില സംഭവങ്ങളുടെ കണ്ടുമുട്ടലുള്ള കഥയാണ് ഈ ചിത്രങ്ങൾ. ഇത് നോക്കിയേ, അത് ഹോസ്പിറ്റലാണോ? അത് അഹല്യ. നമ്മളിപ്പോ പോയില്ല ഹോസ്പിറ്റലിന്റെ ഭാഗം തോന്നുന്നു അല്ലേ മോഡിൽ കാണുന്നത്. ഇത് ഇവിടെ കോളേജിന്റെ ഭാഗം. ഇത് എവിടെ പോയത്? ഇത് ഞാൻ ഇപ്പൊ ഒരു ബിൽഡിംഗ് കണ്ടു ഇവിടെ. അതാണോ? അത് കോളേജാണോ? കോളേജാണ്. ആള് പറഞ്ഞില്ല അവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ കോളേജ് എത്തുന്നു. ഇതെന്താ എഴുതിക്കുന്നത്? സീത. സീതേൻ്റെ സ്റ്റാച്ചു ആണ്. ഇതെന്താ അമ്പും വില്ലൊക്കെ ഉണ്ടല്ലോ. എന്താണിത്? അഹല്യമോക്ഷം. ദ്രൗപദി വസ്ത്രാക്ഷേപം. അതാണല്ലേ, ഇതവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ട പിക്ചേഴ്സിലൊന്നും ഇങ്ങനെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു, എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇതിൽ ഓരോ പിക്ചേഴ്സിൻ്റെയും കൂടെ അതെന്താണെന്നും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഒറിജിൻ ഓഫ് താര. ഇത് ഒഡീഷ സ്റ്റാച്ചു ആണ്. ലോങ് നടക്കണം എന്നാലേ ഫുള്ളായിട്ട് കിട്ടുള്ളൂ. ഇതാണോ പാഞ്ചാലി? ജമ്മുന്ന് വന്ന് ചെയ്തിരിക്കുകയാണ് ഈ ശില്പം. സോണു അഗർവാൾ. ദ്രൗപദി. ഇതാണോ ദ്രൗപദി? തീയിന്റെ ഫയറിന്റെ പോലെ ജ്വലിക്കുന്നത് ഒറീസന്ന് വന്ന ഒരാൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ വന്ന വഴിയാണ് ഇതൊക്കെ. ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇതെന്താ? താര. ശ്രീകുമാർ ഉണ്ണികൃഷ്ണൻ, കേരള. ഇവിടെ സീത, അഹല്യ, ദ്രൗപദി, കണ്ണകി തുടങ്ങിയിട്ടുള്ള കുറേ പുരാണ ഇതിഹാസങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളിലെ ശില്പങ്ങൾ ഒരുപാടുണ്ട്.
സീത ബാക്ക് ടു മദർ എർത്ത്. ഓ, സീത ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നത്, അമ്മയുടെ കൂടെ തിരിച്ചു പോകുന്ന ഒരു സങ്കല്പമാണിത്. ആ, ഭൂമി പിളർന്ന് പോവാന്ന് പറയില്ലേ, അങ്ങനെ ഒരു സങ്കല്പത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആരോ യൂട്യൂബിലിട്ട ഒരു വീഡിയോയിൽ ഇത് ഊർമിള. ഇവിടെ പച്ചപ്പും പാറക്കെട്ടുകളും ചേർന്ന പരിസ്ഥിതിയിലെ ശില്പങ്ങൾ പ്രകൃതിയുടെ ഭാഗം പോലെ ശരിക്കും നമുക്ക് തോന്നും. ഇതാണ് കോവിലൻ. ആ, ആർട്ട് സ്റ്റുഡൻറ്റ്, ശില്പകല പഠിക്കുന്നവർ, ഇവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണിത്. എന്താ ഗരുഡ? ഇതെന്താ? ഒറാക്കിൾ. ഒറാക്കിൾ. ആ, ഒറക്കൽ എന്ന് പറഞ്ഞാൽ ഓർക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുള്ള ആളാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആണോ? അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ വേറെ അർത്ഥങ്ങളുണ്ടോ എനിക്കറിയില്ല. നല്ല ജ്ഞാനം, അങ്ങനെയാണോ അതിൻ്റെ മീനിങ്? ഇത് ഈ ഇവിടെ തന്നെ ചുറ്റി കഴിഞ്ഞാൽ ഗോപിക നൃത്യം. 7 girls named as Sapta Swara performing dance. Swara is also depicted. അത് ഇതാണ് തോന്നുന്നു ഈ സറൗണ്ട് ചെയ്തത്. ഗോപിക നൃത്യം. നൃത്യം. ഗന്ധാരം ബോട്ട് ആടാ ആടാ ഇത് ആളുടെ കൈ പോലെ. ഷഡ്ജം, പീകോക്ക്. ഷഡ്ജം പറഞ്ഞ പീകോക്ക് ആണല്ലേ. ഋഷഭം, ഋഷഭം എന്ന് പറഞ്ഞ സംഗീത, ഇതൊക്കെ സംഗീതത്തിന്റെ ഇതാണ്. ഋഷഭം എന്ന് പറഞ്ഞ ബുള്ളാണ്. ഷഡ്ജം എന്ന് പറഞ്ഞ പീകോക്കാണ്. ദൈവതം. ദൈവതം, നിഷാദം. ഇതൊക്കെ ഒരേ സ്വരങ്ങളാണല്ലേ ഇപ്പോൾ. ഏത് സൈഡിൽ നിന്നാണ് പീകോക്കിന് തോന്നുന്നത്? താഴെ നമ്മൾ വന്ന വഴി നോക്ക്, നല്ല ഗ്രീൻ ആയിട്ടല്ലേ. അവിടെ നോക്ക്, എന്ത് ഭംഗിയായിട്ടുണ്ടടാ പായ. നോക്കി, നഖമൊക്കെ നോക്ക്, എത്ര നന്നായിട്ടാ ചെയ്തിരിക്കുന്നത്. അഹല്യ മോക്ഷം. ആ, അഹല്യ മോക്ഷം. അത് അതും എത്ര നീറ്റായിട്ടുണ്ടല്ലോ നഖമൊക്കെ ചെയ്ത്. അഹല്യ മോക്ഷം പറഞ്ഞ എന്താ അറിയോ? മണികണ്ഠൻ അയ്യപ്പസ്വാമി മോക്ഷം കൊടുക്കണതാണ് അഹല്യക്ക്. ഇത് സീത. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്.
ഇത് റിവർ ആൻഡ് രേണുക. അവിടെ ഒരു മയിലുണ്ട്, വേഗം പോവുക. ഒറിജിൻ ഓഫ് റിവർ, ഒറിജിനാണല്ലേ. ഒറിജിൻ ഓഫ് റിവർ. ഇനിയും കുറേ ദൂരമുണ്ട്. ഹോളിഘ. ഇവിടെ കുറേ കഴിയുമ്പോഴേക്കും മഞ്ഞ് വീണ് തുടങ്ങി കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ വേഗം വേഗം കണ്ടിട്ട് പോവുകയാണ്. സ്കൾപ്ചറൽ പാർക്ക് നേരത്തെ വന്നിട്ട് കാണണമെങ്കിൽ നമുക്ക് കാലത്തൊക്കെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ 2 കിലോമീറ്റർ നടക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഈ സന്ധ്യ നേരത്താണെങ്കിൽ ഇവർ ലൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല ഒരു 7:30 ആകുമ്പോഴേക്കും ഇത് ക്ലോസ് ചെയ്യും. മഞ്ഞൊക്കെ കൂടുതലാകും ആ നേരത്ത്. അപ്പോൾ അതിന് മുൻപ് കണ്ടിട്ട് പോകാം. ഇവിടെ 10 വിൻമില്ലുണ്ടെന്ന് പറയുന്നു ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്. സത്യവാൻ സാവിത്രി. ഇവിടെ നമ്മൾ പുരാണത്തിലൊക്കെ കേട്ടിട്ടുള്ള സത്യവാൻ സാവിത്രിയുടെ സ്റ്റാച്യൂസുകളാണ് ഉള്ളത്. ഫാദർ ഓഫ് സത്യവതി സാവിത്രി. ഫാദർ ഓഫ് സാവിത്രി. ഒഡീഷനില്ല സ്റ്റാച്ചു. സാവിത്രി. ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് സത്യവാൻ മരിക്കാനായിട്ട്, അതായത് യമൻ കൊണ്ടുപോകുന്ന സമയത്ത് സാവിത്രി കൈ പിടിച്ച് വലിക്കുന്ന ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത്. സാവിത്രി ഹോൾഡിംഗ് സത്യവാൻ ഹാൻഡ്. സാവിത്രി ഹോൾഡ് ചെയ്തിരിക്കുകയാണ് സത്യവാൻ്റെ ഹാൻഡ്. അങ്ങനെയാണ് ഈ പിക്ചർ. ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ശവകുടീരം പോലെയാണ് കേട്ടോ ഉള്ളത്. അത് സത്യവാനും സാവിത്രിൻ്റെയും സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഭർത്താവിനായിട്ട് മരണത്തെ കീഴടക്കിയ ഒരു സ്ത്രീയുടെ ശക്തിയാണ് കേട്ടോ ഈ ഇതിൽ കാണിക്കുന്നത്. മരണത്തെ വെല്ലുവിളിച്ച സ്നേഹം. സാവിത്രിയുടെ മടിയിൽ വിശ്രമിക്കുന്ന സത്യവാനാണ് ഇത്. ഇത് യമനാണ്.
യമനാണ്. തലയോട്ടീൻ്റെയൊക്കെ സ്കൾപ്ചർ ചെയ്തിരിക്കുവാണ് കേട്ടോ തലയോട്ടിയുടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.